പ്രതികൂല കാലാവസ്ഥ മറികടന്ന് കൊല്ലം നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിയ ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരാശ. കിളിമീനും ചെമ്മീനുമാണ് ഇന്ന് ലഭിച്ചത്. കൂടുതൽ ബോട്ടുകൾ മടങ്ങിയെത്തുന്നതോടെ ഹാർബറുകൾ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. കാറ്റടങ്ങുകയും കടൽ ശാന്തമാവുകയും ചെയ്തതോടെയാണ് ചെറിയ ബോട്ടുകൾ ഉൾപ്പെടെ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ വലയെറിഞ്ഞത്. എന്നാൽ ലഭിച്ചത് കിളിമീനും കൊഞ്ചും മാത്രം. കിളിമീന് കിലോയ്ക്ക് 240 വരെ ലഭിച്ചെങ്കിലും പിന്നീട് 180ലേക്ക് താഴ്ന്നു. ബോട്ടുകൾ എത്തുന്നതറിഞ്ഞ് ചെറുകിട കച്ചവടക്കാർ എത്തിയെങ്കിലും ഭൂരിപക്ഷം ബോട്ടുകളിലും കിളിമീൻ മാത്രമായിരുന്നു. ട്രോളിംഗ് നിരോധനം അവസാനിച്ചത് മുതലെടുത്ത് ഇതര സംസ്ഥാനങ്ങളിലെ മായം ചേർത്ത മത്സ്യങ്ങളും വിപണിയിലുണ്ട്. ഇതുവരെ നമുക്ക് 1-ാം തീയതി ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിൽ കച്ചവടം നടക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്വാളിറ്റി മോശമായ മത്സ്യങ്ങൾ ധാരാളമായി ഇവിടെ കൊണ്ടുവരികയും മത്സ്യത്തിൻ്റെ സ്കേഴ്സിറ്റിയെ മുതലെടുത്തുകൊണ്ട് പരിശോധനകളില്ലാതെ ഇവിടെ വരുന്ന മത്സ്യങ്ങൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് വിറ്റഴിയുന്നുണ്ടെന്നുള്ളതും വസ്തുതയാണ്. കിളിമീനും കണവയും ഇത്തവണ കാര്യമായി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. 2 ലക്ഷം രൂപയുടെ കണവ വരെ വള്ളങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഉൾക്കടലിലും മറ്റുള്ള കൂടുതൽ ബോട്ടുകൾ വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ എല്ലാത്തരം മത്സ്യങ്ങളും ലഭ്യമായി തുടങ്ങുമെന്നാണ് ബോട്ടുടമകളുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊല്ലം.